നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ അല്ലെങ്കിൽ നഗരസഭ ഇലക്ഷൻ എത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ചെറുപ്പക്കാരായ പെൺകുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും യുവത്വമുള്ള ആൾക്കാരെ ഒരു ഇലക്ഷനിൽ കാണുന്നത്. അതിലേറ്റവും ഫേമസ് ആയ ഒരു വ്യക്തിയുണ്ട്, മായ വി. ഒന്നിച്ചു വായിക്കുമ്പോൾ മായ വി എന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ ഇലക്ഷനിൽ നിൽക്കുന്ന ആ കാൻഡിഡേറ്റ് തോറ്റാലും ജയിച്ചാലും ഓൾറെഡി ഫേമസ് ആയി കഴിഞ്ഞു. വി മായ എന്ന് വേണമെങ്കിൽ എഴുതാമായിരുന്നു. പക്ഷേ അവർക്ക് ആ പേര് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മായ വി എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ എന്തായി, എല്ലാവരും ഒറ്റയടിക്ക് ഫേമസ് ആവുകയും ചെയ്തു. പിന്നെ ഇലക്ഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ല കാൻഡിഡേറ്റിനെ നോക്കി തമ്പ്രാക്കന്മാരെ ജയിപ്പിക്കാതിരിക്കുക. ജയിക്കുന്നതിന് മുമ്പ് വീട്ടിൽ കയറി മീൻകറി കഴിച്ചതും ഭക്ഷണം കഴിച്ചതും കെട്ടിപ്പിടിച്ചതും എല്ലാം നമുക്കറിയാവുന്നതാണ്. എന്നാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അയിത്തം, തൊട്ട് കഴിഞ്ഞാൽ കൈ കഴുകുക, കെട്ടിപ്പിടിക്കാൻ പാടില്ല, ആരെങ്കിലും തൊട്ട ഭക്ഷണം കഴിക്കില്ല, പിന്നെ തമ്പ്രാൻ ചമഞ്ഞ് നടക്കുന്ന, വാഗ്ദാനങ്ങൾ മാത്രം നൽകുന്ന, എലക്ഷൻ കഴിഞ്ഞപ്പോൾ നാട്ടിൽ കാണാതെ, വീണ്ടും ഒരു എലക്ഷൻ വന്നപ്പോൾ പോസ്റ്ററിൽ പെയിന്റ് അടിക്കാൻ, എന്നാൽ ആ പെയിന്റിന് വെള്ളത്തിന് കട്ടി കൂടി. തൃശ്ശൂരിൽ മൊത്തം ഫ്ലൈ ഓവറാണ്, കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മെട്രോ, അങ്ങനെ ഒരുപാട് നടക്കാത്ത കാര്യങ്ങൾ. ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് ലുലു മാൾ വലിയാക്കും എന്നൊക്കെ എന്തൊക്കെ പ്രചാരണങ്ങളായിരുന്നു. തൃശ്ശൂർ ഞാനൊന്ന് എടുക്കുകയാണ്, തൃശ്ശൂർ ഞാൻ എടുത്തൊരു മൂക്കിൽ വച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിൽ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിനെ പറ്റിയ ചതി മറ്റാർക്കും പറ്റാതിരിക്കട്ടെ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കഴിവുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. തമ്പ്രാക്കന്മാരെ തിരഞ്ഞെടുക്കാതിരിക്കുക. നല്ലൊരു നാളേക്കായി നല്ല കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുക. പാർട്ടി നോക്കാതെ നമുക്ക് നല്ലത് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ നാടിന് നല്ലത് ചെയ്യുമെന്ന് വിചാരിക്കുന്ന, എന്ന് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുക. ജയിച്ചു കഴിഞ്ഞ് മന്ത്രിയായി കഴിഞ്ഞപ്പോൾ പറയണോ, എനിക്ക് മന്ത്രിയാവാനല്ല താല്പര്യം, സിനിമയിൽ അഭിനയിക്കാനാണ് താല്പര്യം. അതായത് മറ്റു ജോലിക്ക് താല്പര്യമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാതെ രാഷ്ട്രീയത്തിൽ നല്ലത് ചെയ്യാൻ കഴിവുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വോട്ട് വിലപ്പെട്ടതാണ്. ആ വോട്ട് കളയാതെ സൂക്ഷിക്കുക. നന്ദി, നമസ്കാരം.